കയ്യിലെടുക്കാൻ 5 പൈസയില്ല, പക്ഷെ എനിക്ക് എബ്രോഡ് പോയേ പറ്റും. ജർമ്മനിയിലൊരു സ്റ്റുഡൻറ് എന്ന രീതിയിൽ ഞാൻ പറയുന്നു, നമ്മളൊന്ന് മെനക്കെട്ട നമുക്ക് കിട്ടാവുന്ന സാധനമാണ്. എങ്ങനെ എത്തും, എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്റ്റേ, യൂണിവേഴ്സിറ്റി എങ്ങനെ കണ്ടുപിടിക്കും, ജോലി വേണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണോ. കയ്യിലെടുക്കാൻ 5 പൈസയില്ല, പക്ഷെ എനിക്ക് എബ്രോഡ് പോയേ പറ്റൂ എന്ന ഹോസ്റ്റൽ റൂമിലെ ഒരു രാത്രിയിലെ തീരുമാനത്തിന്റെ പുറത്ത് ജർമ്മനി പോയ ഒരാളാണ് ഞാൻ. എബ്രോഡ് സ്റ്റഡീസ് എന്ന് കേൾക്കുമ്പോൾ ആസ് എ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഇതിനുള്ള ക്യാഷ് എങ്ങനെ ഒപ്പിക്കും. ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉണ്ടാകുന്ന ആ ഡൗട്ട് തന്നെയാണ് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും കൺസേൺ ആയി തുടങ്ങിയത്. ഒരു ഏജൻസിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് 3-4 ലക്ഷമൊക്കെ പോകുന്നത് ആലോചിച്ചപ്പോൾ തന്നെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഡിമോട്ടിവേഷൻ തുടങ്ങി. എങ്ങനെ എത്തും, എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്റ്റേ, യൂണിവേഴ്സിറ്റി എങ്ങനെ കണ്ടുപിടിക്കും. പക്ഷേ ജർമ്മനിയിലൊരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഞാൻ പറയുന്നു, നമ്മളൊന്ന് മെനക്കെട്ട നമുക്ക് കിട്ടാവുന്ന സാധനമാണ് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ എന്നത്. ഓരോ സ്റ്റഡി അബ്രോഡും പറ്റിപ്പാണെന്നോ അവരെ കൊണ്ട് നമുക്കൊരു യൂസും ഇല്ല എന്നല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റും. നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു, എനിക്കവിടെ അഡ്മിഷൻ വേണം, അതിനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ അവർക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ പോർട്ടലിൽ കയറി അപ്ലൈ ചെയ്യാം. പക്ഷേ ജർമ്മനി റൂൾ വെച്ചിട്ടുണ്ട്, ചില യൂണിവേഴ്സിറ്റിയിൽ മാത്രം യൂണിവേഴ്സിറ്റി ത്രൂ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, അതിൽ നമുക്ക് യൂണി അസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നമുക്ക് അക്കൗണ്ട് എടുത്ത് അതിൽ കൂടെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അതിനൊരു ചെറിയൊരു കോസ്റ്റ് ആവും, അത് നമ്മൾ യൂണി അസിസ്റ്റിന് കൊടുക്കുന്ന ഒരു കോസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ സ്മൂത്താണ്. ജർമ്മനിക്ക് വേണ്ടത് തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് തന്നെ 0 ട്യൂഷൻ ഫീ എന്നതാണ് ജർമ്മനി എന്ന കൺട്രിയിൽ ഏറ്റവും നമ്മൾ ഹെൽപ്ഫുള്ളായി നമ്മൾ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. ജർമ്മൻ എന്ന കൺട്രി ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ ആവശ്യമുള്ളത് അവിടുത്തെ ബ്ലോക്ക് അക്കൗണ്ട് ആണ്. അതായത് നമുക്ക് വിസ കിട്ടാൻ വേണ്ടി 1 ഇയർ നമ്മൾ ജർമ്മനി പോയി പട്ടിണി കിടക്കുന്നതെന്ന് ജർമ്മൻ ഗവൺമെന്റിന് ഒരു നിർബന്ധമുണ്ട്. അതായത് നമ്മളൊരു ഇമിഗ്രൻ്റ് ആണല്ലോ, അവിടെ പോയി ഞാൻ പട്ടിണി കിടക്കരുത്, എനിക്കൊരു സ്റ്റേ വേണം. അതുകൊണ്ട് തന്നെ ഒരു മന്തിലേക്ക് ജർമ്മൻ ഗവൺമെന്റ് ഒരു 991 യൂറോ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ 991 × 12 മന്ത്സ് അത് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. എന്തിന്? വിസയ്ക്ക് നമ്മൾ പോകുമ്പോൾ. ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാ ബാങ്കുകളും ജർമ്മനിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്കറിയാം എന്താണ് നമ്മുടെ റിക്വയർമെൻ്റ് എന്ന്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇപ്പോൾ റെഡിയാണ്. ആൻഡ് ജർമ്മൻ വിസ പണ്ട് മന്ത്സ് ആൻഡ് മന്ത്സ് എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ 7 ദിവസത്തിലും 10 ദിവസത്തിലും വിസ കിട്ടുന്നവരുണ്ട്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എനിക്ക് 7ാം ദിവസമാണ് എൻ്റെ ജർമ്മൻ വിസ എൻ്റെ കയ്യിലെത്തിയത്. ജർമ്മനി പോലൊരു യൂറോപ്യൻ കൺട്രിയിൽ നമുക്ക് ഏറ്റവും വെല്ലുവിളിയാവാൻ പോകുന്നത് ജർമ്മൻ ലാംഗ്വേജുമാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടുള്ള നിങ്ങളുടെ സ്റ്റേയും എഡ്യൂക്കേഷനും എല്ലാം സ്മൂത്ത് ആയിരിക്കും. എന്ന് കരുതി എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ ടഫാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇംഗ്ലീഷ് പറഞ്ഞു കേട്ടാൽ മനസ്സിലാവുന്നവർ തന്നെയാണ് ജർമ്മനിയിലുള്ളവർ. നമ്മൾ ഇന്ത്യയിലെ മുറി ഇംഗ്ലീഷും ജർമ്മനിയിലെ മുറി ഇംഗ്ലീഷും ഏകദേശം സെയിം ആണ്. അതായത് ഒരു ഇന്ത്യൻ ജർമ്മൻ വേവ് ലെങ്ത് സെയിം ആണ്. ജർമ്മനി പോകാൻ കുറേ ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ കുറേ ഡോക്യുമെന്റ്സ് എന്നല്ലാതെ APS എന്നൊരു ഡോക്യുമെന്റ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ആവശ്യമുണ്ട്. ജർമ്മനിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഡോക്യുമെന്റ്സ്, അതായത് +2, 10th മാൻഡേറ്ററി അല്ല, +2 ആൻഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നമ്മുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റും +2 സർട്ടിഫിക്കറ്റും അത് വാലിഡ് ആണെന്ന് ജർമ്മൻ എംബസി സൈൻ ചെയ്ത് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് APS. APSന് വേണ്ടി നമ്മൾ അധികം കഷ്ടപ്പെടുകയൊന്നും വേണ്ട. APSന്റെ സൈറ്റ് ഗൂഗിളിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഫോട്ടോ കോപ്പി എടുത്ത് അവരുടെ അഡ്രസ്സിലേക്ക് നമ്മൾ പോസ്റ്റ് വഴി അയച്ചാൽ മതി. APS നമുക്ക് മെയിലായി തിരിച്ചു വരും. പിന്നെ വിസ ഡോക്യുമെന്റ്സ് എല്ലാ ഫോറിൻ കൺട്രിയിലെ പോലെ സെയിം ആണ്. നമ്മുടെ ഡോക്യുമെന്റ്സ് ജെനുവൻ ആയിരിക്കണം. വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയുള്ളവർക്ക് മനസ്സിലാവണം ഇവരവിടെ പോയി തിരിച്ചു വരും എന്നും കൂടി അവർക്കൊന്ന് മനസ്സിലായാലാണ് നമ്മൾ അവിടെ കയറ്റി വിടുള്ളൂ. PR ആഗ്രഹിച്ച് ഞാൻ അവിടെ പോയി സെറ്റിൽ ആവാനാണെന്ന് നിങ്ങൾ വിസ സെൻറ്ററിൽ പോയി പറഞ്ഞാൽ ഓഫ്കോഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ 0 ട്യൂഷൻ ഫീ എന്നാണെങ്കിലും ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ അവർ മേടിക്കുന്നുണ്ട്. അതായത് ജർമ്മനിയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ട്രാവൽ കാർഡ് കിട്ടും. അതൊരു സെമസ്റ്റർ കാർഡാണ്. ഒരു സെമ്മിൽ എനിക്ക് എൻ്റെയർ ജർമ്മനി, എൻ്റെയർ ഡോയ്ച്ച്ലാൻഡിൽ ഫ്രീ ട്രാവലിംഗ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ വാങ്ങുന്നുണ്ട്. പിന്നെ അവിടെ പോയിട്ടുള്ള നമ്മുടെ ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്ലോക്ക് മണി ഉള്ളിടത്തോളം കാലം നമ്മൾ പട്ടിണി എടുക്കേണ്ടി വരില്ല. പിന്നെ വിസ എക്സ്റ്റൻഷൻ ടൈമിൽ നിങ്ങൾക്ക് പ്രോപ്പറായി ഒരു ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിസ എക്സ്റ്റൻഷൻ സ്മൂത്ത് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ പോയത്, നിങ്ങൾക്ക് അവിടെ പാർട്ട് ടൈം ഒന്നും ഇല്ലെങ്കിൽ മാത്രം വിസ എക്സ്റ്റൻഷൻ ടൈമിൽ അടുത്ത ഇയറിലേക്കുള്ള ബ്ലോക്ക് എമൗണ്ട് കൂടി നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം.